നമസ്കാരം. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ മനുഷ്യന്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ ധീരനായ ഒരു മുൻഗാമിയായിരുന്നു ഹാം എന്ന ചിമ്പാൻസി. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുൻപ് അവിടുത്തെ കഠിനമായ സാഹചര്യങ്ങൾ ഒരു ജീവിക്ക് എങ്ങനെയൊക്കെ അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കുവാൻ ശാസ്ത്രലോകം തിരഞ്ഞെടുത്തത് ഹാമിനെയായിരുന്നു. 1956 ഫ്രഞ്ച് കാമറൂണിൽ ജനിച്ച ഹാമിനെ അമേരിക്കൻ വ്യോമസേനയാണ് പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ ഹോളോമാൻ എയർഫോഴ്സ് ബേസിൽ വെച്ചായിരുന്നു ഹാമിന് വിദഗ്ധ പരിശീലനം നൽകുന്നത്. വെളിച്ചം കാണുമ്പോൾ ലിവറുകൾ വലിക്കുക തുടങ്ങിയ ലളിതമായ ജോലികൾ ചെയ്യുവാൻ അവർ പഠിപ്പിച്ചു. ഏകദേശം 40 ചിമ്പാൻസികളിൽ നിന്ന് ശാരീരിക ക്ഷമതയിലും ബുദ്ധിശക്തിയിലും മുന്നിലായതിലാണ് ഹാം ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1961 ജനുവരി 31 ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ നിന്ന് മെൽക്കുറി റെഡ്സ്റ്റോൺ 2 എന്ന പേടകത്തിൽ ഹാം തന്റെ ചരിത്രപരമായ യാത്ര ആരംഭിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് ഹാം പറന്നത്. ആ യാത്രക്കിടെ 6 മിനിറ്റോളം അവൻ ഭാരമില്ലായ്മ അഥവാ വെയ്റ്റ്ലെസ്നെസ് അനുഭവിച്ചു. ബഹിരാകാശത്തെ ഉയർന്ന വേഗതയിലും സമ്മർദ്ദത്തിലും ഒരു ജീവിക്ക് കൃത്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമോ എന്നതായിരുന്നു ശാസ്ത്രജ്ഞരുടെ പ്രധാന സംശയം. എന്നാൽ പരിശീലന സമയത്ത് പഠിച്ചതുപോലെ തന്നെ പേടകത്തിനുള്ളിലെ ലിവറുകൾ കൃത്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഹാം തന്റെ ബുദ്ധിശക്തി തെളിയിച്ചു. പേടകത്തിനുള്ളിലെ ഓക്സിജൻ അളവ് കുറയുന്നതടക്കമുള്ള ചില സാങ്കേതിക തകരാറുകൾ യാത്രക്കിടെ ഉണ്ടായി എങ്കിലും ഹാം അവയെല്ലാം അതിജീവിച്ചു. ഏകദേശം 16 മിനിറ്റിലധികം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം ഹാമിനെ വഹിച്ച പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി പതിച്ചു. രക്ഷാപ്രവർത്തകർ അവനെ പേടകത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഒരു ആപ്പിളും പകുതി ഓർജം നൽകിയാണ് സ്വീകരിച്ചത്. ഹാമിന്റെ ഈ ദൗത്യം വൻ വിജയമായതോടെയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് മനുഷ്യനെ അയക്കുവാൻ ആത്മവിശ്വാസം ലഭിക്കുന്നത്. ഹാമിന്റെ യാത്ര കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അലൻ ഷെപ്പാർഡ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രകനായി മാറി. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബഹിരാകാശ വിജയങ്ങളുടെ പിന്നിലെ യഥാർത്ഥ നായകനായി ഹാം ഇന്നും ആദരിക്കപ്പെടുന്നു. യാത്രയ്ക്ക് ശേഷം ഒരു ഹീറോയായി മാറിയ ഹാം 17 വർഷത്തോളം വാഷിംഗ്ടണിലെ നാഷണൽ സൂവിലാണ് കഴിയുന്നത്. അതിനുശേഷം നോർത്ത് കരോലിന സൂവിലേക്ക് മാറ്റി. 1983 തന്റെ 26ാമത്തെ വയസ്സിലാണ് ഹാം അന്തരിക്കുന്നത്. അവന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് ഹാൾ ഓഫ് ഫെയിമിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഹാം നൽകിയ സംഭാവനകൾ ഇന്നും ശാസ്ത്രലോകം നന്ദിയോടെ സ്മരിക്കുന്നു. മനുഷ്യർക്ക് ബഹിരാകാശത്തേക്ക് സുരക്ഷിതമായി പോകാൻ കഴിയുമെന്ന് സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തി തെളിയിച്ച ആ ചിമ്പാൻസി ശാസ്ത്ര ചരിത്രത്തിലെ അനശ്വരമായ ഒരു നാമമാണ്. വെബ് ഡെസ്ക് തത്വമയി TV.